യൂനുസ് നബിയെക്കുറിച്ച് ഖുർആൻ പറയുന്നത് എന്താണെന്നറിയോ? ഒരുപാട് കാലം ഒരു സ്ഥലത്ത് ദഅവത്ത് നടത്തിയിട്ടും ആരും വിശ്വസിക്കാതായപ്പോൾ യൂനുസ് നബി സങ്കടപ്പെട്ട് നാടുവിടുകയാണ്. അള്ളാഹുവിന്റെ നിർദ്ദേശത്തോടെയല്ലാതെ കപ്പലേറിയ യൂനുസ് നബി കടൽക്ഷോഭം കാരണം ആ കപ്പലിൽ നിന്നെടുത്തെറിയപ്പെടുന്നു. കടലിലേക്കെറിയപ്പെട്ട ഉടനെ ഭീമാകാരനായ മത്സ്യം നബിയെ വിഴുങ്ങുന്നു. എന്താ അല്ലേ, ജീവിതം അവസാനിച്ചു എന്ന് നമ്മൾ കരുതുന്ന അവസ്ഥ. ചുറ്റും അന്ധകാരം, കടലിന്റെ നടുവിൽ മത്സ്യത്തിന്റെ വയറ്റിൽ, അതും ഒറ്റക്ക്. പക്ഷെ യൂനുസ് നബി പ്രതീക്ഷ കൈവിട്ടില്ല. സ്വന്തം തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പടച്ചവനോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. പടച്ചവനെ, ഞാൻ തെറ്റുകാരിൽ പെട്ടുപോയി. നീയല്ലാതെ എല്ലാത്തിനും കഴിവുള്ളവനും ആരാധ്യനുമായി ആരുമില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അത്ഭുതമെന്നോണം പടച്ചവൻ ആ പശ്ചാത്താപം സ്വീകരിക്കുകയും തിരിച്ചു ഭൂമിയിലേക്ക് അയക്കുകയും ചെയ്തു. ഇതേപോലെ തന്നെയാണ് നമ്മുടെയും അവസ്ഥ. നമ്മൾ പല തെറ്റുകളും ചെയ്തിട്ടുണ്ടാവാം. അതൊക്കെ ഏറ്റുപറഞ്ഞ് പടച്ചവനോട് ചോദിച്ചാൽ അവനൊരിക്കലും തട്ടൂല. നമുക്ക് ഈ ദുആ പഠിച്ച് ചൊല്ലാം, കൂട്ടുകാരിലേക്കൊക്കെ അയച്ചു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദാലു അലൽ ഖൈരി കഫാഇലിഹി. ഒരു നന്മയായ കാര്യം എത്തിച്ചു കൊടുത്ത് അവരത് ചൊല്ലുകയാണെങ്കിൽ അവർ ചൊല്ലിയതിന്റെ അതേ പ്രതിഫലം നമുക്കും ലഭിക്കും. ഇൻഷാ അല്ലാഹ്. പടച്ചവൻ തൗഫീഖ് ചെയ്യട്ടെ.